ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇതുവരെ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? ഇതുവരെ നമ്മൾ 2ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 പാഠം പഠിച്ചല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ പാഠമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മുടെ വീടും പരിസരവും ശരീരവും ഒക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനെ പറ്റിയാണല്ലേ. ഒരു ഡോക്ടർ ക്ലാസ്സൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത്? പാർക്കിൽ വെച്ചുള്ള പരിപാടിക്ക് ശേഷം ഡോക്ടർ ക്ലാസ്സൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ ആരോഗ്യത്തെ പറ്റിയുള്ളൊരു പാട്ടിൻ്റെ സെഷനാണ്. അങ്ങനെ അവിടെ കൂടി നിന്നവരൊക്കെ സ്റ്റേജിൽ കയറി നന്നായി പാട്ട് പാടുന്ന രംഗമാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഡോക്ടർ നമ്മളോട് ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലേ. ഇനി അതിനുശേഷം എല്ലാവരും ആ ഗാർഡനിലെ പാർക്കിൽ നിന്ന് പാട്ട് പാടുന്ന രംഗമാണ്. അപ്പോൾ ഈ പാട്ടും എന്തിനെ പറ്റിയായിരിക്കും? പാട്ടും വൃത്തിയെപ്പറ്റിയും ക്ലെൻലിനെസ്സിനെ പറ്റിയുമൊക്കെയാണ്. എങ്കിൽ നമുക്ക് ആ പാട്ടൊന്ന് പാടി നോക്കിയാലോ? ജിസ്മി. ജിസ്മുൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? ജിസ്മുൻ ബോഡി, ജിസ്മി മൈ ബോഡി. ജിസ്മി എന്ന് വെച്ചാൽ എൻ്റെ ശരീരം. എങ്കിൽ നമുക്കൊന്ന് പാടി നോക്കിയാലോ? ഉനള്ളിഫു ദാഇമൻ ജിസ്മി ലിയഹ്മിയതു മിനസ്സഖമി ഉനള്ളിഫു അയ്യുനി ദൗമൻ മിനൽ അംറാദി കൈ തുഹ്മ أنظف كل أسناني بفرشاة ومعجون أنظفها صباح مساء فتبقى دائما بيضا. ഇനി നമുക്ക് ഒരുമിച്ചൊന്ന് പാടി നോക്കിയാലോ? എല്ലാവരും ഒന്ന് എൻ്റെ കൂടെ പാടി നോക്കിക്കേ. أنظف دائما جسمي ليحمية من السقم أنظف أعيني دوما من الأمراض كي تحمى أنظف كل أسناني بفرشاة ومعجون أنظفها صباح مساء فتبقى دائما بيضا. നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ ഇതും ആരോഗ്യത്തെ പറ്റിയും വൃത്തിയെ പറ്റിയും ഒക്കെ ഉള്ള ഒരു പാട്ട് തന്നെയാണ്. എങ്കിൽ നമുക്ക് നോക്കിയാലോ ഇവിടെ എന്താണ് പറയുന്നതെന്ന്. ഉനള്ളിഫു ദാഇമൻ ജിസ്മി. ഉനള്ളിഫു ഞാൻ വൃത്തിയാക്കും. ദാഇമൻ ജിസ്മി എൻ്റെ ശരീരം എപ്പോഴും ഞാൻ വൃത്തിയാക്കും. എന്തിനാണ് നമ്മൾ എപ്പോഴും കുളിക്കുന്നതും മുഖം കഴുകുന്നതും കൈ കഴുകുന്നതുമൊക്കെ? അഹ്മിയത്തു മിനസ്സഖമി അസുഖങ്ങൾ തടയാൻ വേണ്ടിയാണല്ലേ. വൃത്തിയുള്ള ശരീരങ്ങളിൽ കീടാണുക്കൾ ഉണ്ടാകുമോ? ഇല്ലല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് അസുഖങ്ങൾ വരുന്നതും തടയാൻ സാധിക്കില്ലേ. അതുകൊണ്ടാണ് നന്നായി ശരീരം വൃത്തിയിൽ സൂക്ഷിക്കാൻ പറയുന്നത്. ഇനിയോ ഉനള്ളിഫു അയുനി ദൗമൻ. ഉനള്ളിഫു ഞാൻ വൃത്തിയാക്കും. അയുനി ദൗമൻ ഞാൻ എപ്പോഴും എൻ്റെ കണ്ണുകൾ വൃത്തിയാക്കും. കണ്ണൊക്കെ എന്തിനാണ് എപ്പോഴും വൃത്തിയാക്കുന്നത്? മിനൽ അമ്രാദി കൈ തുഹ്മ. അതും എന്തിനു വേണ്ടിയാണ്? അസുഖങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. നമ്മൾ നമ്മുടെ കണ്ണൊക്കെ പൊടി കയറാതെ സൂക്ഷിക്കാറില്ലേ. പിന്നെ കണ്ണ് കേടാവുന്ന മറ്റു വഴികൾ ഏതാണ്? നമ്മൾ ഒരുപാട് സമയം സ്ക്രീൻ ടൈം ഉണ്ടായാലും നമ്മുടെ കണ്ണിന് അത് ബുദ്ധിമുട്ടാണല്ലേ. കുറേ സമയം ടി വി കാണുന്നതും ഫോൺ ഉപയോഗിക്കുന്നതുമൊക്കെ കണ്ണിനെ സാരമായി ബാധിക്കും. ഇനി എന്താണ് പറയുന്നത്? ഉനള്ളിഫു കുല്ല അസ്നാനി. ഉനള്ളിഫു ഞാൻ വൃത്തിയാക്കും. കുല്ല അസ്നാനി എൻ്റെ മുഴുവൻ പല്ലുകളും ഞാൻ വൃത്തിയാക്കും. ബിഫുർഷാത്തിൻ വ മഅജൂനിൻ എന്തുകൊണ്ടാണ് നമ്മൾ പല്ല് വൃത്തിയാക്കാറ്? ബിഫുർഷാത്തിൻ ടൂത്ത് ബ്രഷും വ മഅജൂനി ടൂത്ത് പേസ്റ്റും വെച്ചാണല്ലേ. ബ്രഷും പേസ്റ്റ് ഉപയോഗിച്ചിട്ടല്ലേ നമ്മൾ പല്ലൊക്കെ വൃത്തിയാക്കാറുള്ളത്. നിങ്ങളെല്ലാവരും പല്ലൊക്കെ വൃത്തിയാക്കാറില്ലേ ഭക്ഷണശേഷവും രാവിലെയും രാത്രിയും ഒക്കെ?
എല്ലാവരും പല്ലൊക്കെ വൃത്തിയിൽ സൂക്ഷിച്ചാലേ നമുക്ക് കുറേ കാലം നല്ല ആരോഗ്യമുള്ള പല്ലുകൾ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റും? കുറേ സ്വീറ്റ്സും ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച ശേഷം പല്ലൊക്കെ കഴുകാതിരുന്നാൽ എന്ത് പറ്റും? പല്ലൊക്കെ കേടായി പോകും അല്ലേ? അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല വൃത്തിയാക്കി പല്ലൊക്കെ ബ്രഷ് ചെയ്ത് സൂക്ഷിക്കണം. ഇനിയോ അവസാനമായി എന്താണ് പറയുന്നത്? ഉനള്ളിഫുഹ സ്വബാഹ മസ. ഞാൻ രാവിലെയും വൈകിട്ടും വൃത്തിയാക്കും. ഫതബഖ ദാഇമൻ ബൈള. അങ്ങനെ രാവിലെയും വൈകിട്ടുമൊക്കെ പല്ല് തേച്ചാലുള്ള ഗുണം എന്താണ്? കീടാണുക്കളിൽ നിന്നും ശുദ്ധിയാകും. പല്ലൊക്കെ നല്ല വെളുത്ത് തിളങ്ങുമല്ലേ? നല്ല വെള്ള ഭംഗിയുള്ള പല്ലുകളായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കിതൊക്കെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരിക്കൽ കൂടി പാടി നോക്കിയാലോ? أنظف دائما جسمي لأهمية من السقم أنظف أعيني دوما من الأمراض كي تحمى أنظف كل أسناني بفرشاة ومعجون أنظفها صباح مساء فتبقى دائما بيضاء. എല്ലാവരും ഈ കവിത നന്നായി ചൊല്ലി നോക്കണം. എന്നിട്ട് ഈ കവിതയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ അതുപോലെ പകർത്തുകയും വേണം. എങ്കിൽ മാത്രമാണ് നമ്മളുടെ പഠനത്തിന് വിജയം കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? നുറാജിഉൻ നശീദ വനഖ്താറു കലിമാത്തിൻ ഫീഹാ നൂൻ. നന്നായിട്ട് കവിത വായിച്ച് കവിതയിൽ നൂൻ എന്ന അക്ഷരം വരുന്ന വാക്കുകൾ കണ്ടെത്തി ഇവിടെ എഴുതാനാണ്. അപ്പോൾ നിങ്ങളൊന്ന് കവിത വായിച്ചൊന്ന് എഴുതി നോക്കിക്കേ, നൂൻ എന്ന അക്ഷരം വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി അടുത്തതായി നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്? നഖ്റഉ. താഴെ തന്നിട്ടുള്ള വാക്കുകളൊക്കെ വായിച്ചു നോക്കാനാണ്. നസ്റുൻ, ഐനബുൻ, സമനുൻ, റുമ്മാനുൻ. എല്ലാവരും ഒരിക്കൽ കൂടെ വായിച്ചേ. നസ്റുൻ, ഐനബുൻ, സമനുൻ, റുമ്മാനുൻ. ഇനി അടുത്തതായി നമുക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് നോക്കിക്കേ. നുലവ്വിനു നൂൻ. നൂൻ എന്ന ഹർഫിന് കളർ കൊടുക്കാനാണ്. നൂന് നമ്മൾ എങ്ങനെയാണ് ഒരു വാക്കിൽ എഴുതുക എന്നതിൻ്റെ രൂപമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആ നൂനിനൊക്കെ കളർ കൊടുക്കുക. ഇനി അതിന് താഴെ എന്താണ്? ബോക്സിൽ കുറേ അക്ഷരങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ? അവയൊക്കെ നമ്മൾ വാക്കായിട്ട് മാറ്റി എഴുതാനാണ്. നസുലുൽ ഹുറൂഫ. അക്ഷരങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനാണ്. ആദ്യത്തേത് എന്താണ്? നമിറുൻ, അനമുൻ, മൻസിലുൻ, ഉദുനുൻ. ഇവയൊക്കെ ഒന്ന് നിങ്ങൾ വാക്കാക്കിയിട്ട് മാറ്റി എഴുതിക്കേ. അക്ഷരങ്ങളെല്ലാം അവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. ഇതുപോലെ എല്ലാവരും ഒന്ന് ആ അക്ഷരങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വാക്കാക്കി മാറ്റി എഴുതിക്കേ. നമിറുൻ, ഗനമുൻ, മൻസിലുൻ, ഉദുനുൻ. ഇനി നമുക്ക് അടുത്ത കവിത ഒന്ന് പാടി നോക്കിയാലോ? നവാഫത്തുൽ ഇൻസാനി അലാമത്തുൽ ഇഹ്സാൻ ലിഅന്നഹ തഹ്മീഹി മിൻ കുല്ലി മാ യുഅദീഹ് ഫൽവജ്ഹു വൽ യദാനി വർ-റഅസു വർ-റിജ്ലാൻ നഅ്സിലു കുല്ല യൗമിൻ ഖബ്ല വബഅദ അൻ-നൗം. ഈ കവിത നമുക്ക് വെറുതെ ഒന്ന് പാടി പഠിക്കാൻ വേണ്ടി മാത്രമാണ്. ആശയങ്ങളെല്ലാം സെയിം തന്നെയാണ്, ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അതായത് നമുക്ക് വൃത്തി വേണം, വൃത്തി ഉണ്ടായാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? അസുഖങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാം, പിന്നെ നല്ല ശരീരവും നല്ല ആരോഗ്യപ്രദമായ ശരീരവും നല്ല ജീവിതവും നമുക്ക് ലഭിക്കും വൃത്തിയുണ്ടെങ്കിൽ. ഇനി അസ്സുഹ്ഹത്തു അമലുൻ വനളാഫത്തു അമലുൻ. അസ്സുഹ്ഹത്തു അമലുൻ. ആരോഗ്യം എന്നതൊരു പ്രതീക്ഷയാണ്. പക്ഷെയോ വന്നളാഫത്തു അമലുൻ. വൃത്തി എന്നതൊരു പ്രവൃത്തിയാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ? അസ്സിഹത്തു അമലുൻ. ആരോഗ്യം എന്നതൊരു ഹോപ്പാണ്. പക്ഷേ വന്നളാഫത്തു, ക്ലീൻലിനെസ് ഇസ് എ ഡ്യൂട്ടി, അല്ലെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്. അത് നമ്മൾ ചെയ്താലേ കിട്ടുള്ളൂ. അസ്വഹത്തു, ആരോഗ്യം എന്നത് നമുക്ക് പഠിച്ചോൻ തരുന്നതാണല്ലേ. പക്ഷെ നലാഫത്ത് എന്നത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. വൃത്തി ആരാണ് ഉണ്ടാക്കേണ്ടത്? വൃത്തിയായി സൂക്ഷിക്കേണ്ടതും വൃത്തിയുള്ളതായി പരിപാലിക്കേണ്ടതും ആരാണ്? നമ്മുടെ പരിസരവും ശരീരവും ഒക്കെ ശുദ്ധിയാക്കേണ്ടത് നമ്മുടെ കടമയാണല്ലേ. അതിനനുസരിച്ച് നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കും.
ഇനി ഈ പിക്ചർ ഒന്ന് നോക്കിക്കേ. ഇത് വർക്ക് ബുക്കിലെ ആക്ടിവിറ്റീസാണ്. നുലാഹിദു വനഖ്റ. നമുക്ക് നോക്കാം, വായിക്കാം. നൂൻ എന്ന ഹർഫാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. താങ്ക് യു ഫോർ വാക്കിലും വിവിധ സ്ഥലത്ത് എഴുതുമ്പോൾ വരുന്ന ഡിഫറൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിനനുസരിച്ച് നമുക്കൊന്ന് വായിച്ചു നോക്കാം. നജ്മുൻ, ഐനബുൻ, ഐനുൻ, റുമാനുൻ. ഇവയൊക്കെ നിങ്ങൾ താഴെ വരെ ആ പേജിൽ നിറയെ എഴുതിക്കേ. എല്ലാ വാക്കുകളും വായിച്ചു വേണം എഴുതാൻ. എല്ലാവരും വർക്ക് ബുക്ക് കംപ്ലീറ്റ് ആക്കണേ. വർക്ക് ബുക്കിൽ ഈ വാക്കുകളൊക്കെ ഒന്ന് എഴുതിക്കേ. നക്തുബു, നമിറുൻ, മൻസിലുൻ, സിക്കീനുൻ, ലൈമൂനുൻ. ഇത്രയും വാക്കുകളൊന്ന് താഴെ വരെ എഴുതി നോക്കിക്കുക എല്ലാവരും. എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ താഴെ നിന്ന് മേലോട്ടാണ് എഴുതേണ്ടത്. ഒന്നാമത്തെ വരി ആദ്യം എഴുതുക. നമ്പേഴ്സ് ശ്രദ്ധിക്കണം. നമ്പർ 1 ഇട്ടത് എവിടെയാണ്? താഴെയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് എഴുതി തുടങ്ങേണ്ടത്? താഴെ നിന്ന് മേലോട്ട്. 5ാമത്തെ വരി അപ്പോൾ എങ്ങനെയാണ്? മേലെയുള്ള വരിയാണ് അവസാനത്തെ വരി. ഇനി ഇവിടെ നമുക്ക് ലൗഹാത്ത് നിർമ്മിക്കാനാണ്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് ഹുത്താഫാത്തുകൾ, ലൗഹാത്തിൽ എന്തൊക്കെ എഴുതണം എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതനുസരിച്ച് വർക്ക് ബുക്കിലേക്കും പകർത്തി എഴുതേണ്ടതാണ്. എല്ലാവർക്കും ഇത്ര ഭാഗം മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. മഅസ്സലാമ.